അസ്സലാമു അലൈക്കും. നമ്മളിത് എങ്ങോട്ടാന്നല്ലേ? നമ്മൾ 3 പേരും കൂടെ ഇന്നൊരു ഡേ ഔട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സിയാഷിൽ ഒരു കുട്ടി വ്ളോഗായിരിക്കും. അപ്പോൾ ഒരു സൺഡേ ഈവനിങ് വ്ളോഗ് കണ്ടാലോ? ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് മോൾക്ക് എക്സാം ആയിരുന്നേ. ഇവിടെ ഇയർ 1 തൊട്ടിട്ട് 6 വരെ ഇവർക്ക് എക്സാമോ ഒന്നും ഉണ്ടാവില്ല. ഇവർ എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൈസ്കൂളിൽ വെച്ചായിരിക്കും. അന്ന് ഒത്തിരി പഠിക്കാനുണ്ടാവും ആ ടൈം ആകുമ്പോഴത്തേനും. അപ്പോൾ അവൾ ഭയങ്കര ഓക്കെ അല്ലാത്ത പോലെ ഫീൽ ചെയ്തപ്പോൾ അവളൊന്ന് ഓക്കെ ആക്കാനും കൂടിയിട്ടാണ് ഇങ്ങനൊരു ഡേ ഔട്ട് പ്ലാൻ ചെയ്തത്. ഈ സമയത്ത് ഞാൻ അവളെ കൂടെ തന്നെ ഇരുന്നത് കൊണ്ട് തന്നെ സിയാഷിലെ വീഡിയോസൊന്നും അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. ഞാൻ ഒട്ടും ആക്റ്റീവ് ആയിരുന്നില്ല. അപ്പം തന്നെ എനിക്ക് കുറച്ച് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റി, ഓക്കെ ആണോ, എന്താ വീഡിയോസൊന്നും കാണാത്തേ ചോദിച്ചിട്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെ മെസ്സേജസ് ഒന്നും. കാരണം എൻ്റെ ഈ കുട്ടി ചാനലിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെന്ന് കേൾക്കുമ്പം തന്നെ ഒരു ഹൗസ് വൈഫായിട്ടിരിക്കുന്ന എനിക്ക് അത് വലിയൊരു മോട്ടിവേഷനും കൂടിയാണ്. ഇതിൻ്റെ കൂടെ ഒരു കുട്ടി ഹാപ്പിനെസ്സും കൂടെ പറയട്ടെ. എൻ്റെ വീഡിയോൻ്റെ താഴെ എന്നും വന്ന് കമൻറ്റ് ചെയ്യുന്ന 1-2-3 പേരൊക്കെ എന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്കൊരു കുഞ്ഞി ഗിഫ്റ്റ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ തിരിച്ച് വ്ളോഗിലേക്ക് വരാം. അങ്ങനെ ഡോട്ടേഴ്സ് ഡേ ഔട്ടിൽ നമ്മൾ ഏറ്റവും അടുത്തുള്ള ഒരു സ്പോട്ടിലേക്കാണ് പോകുന്നത്. കുട്ടികളായിട്ട് ഒന്നിച്ചിങ്ങനെ പോകുമ്പോൾ നമ്മൾ അധികം എടുക്കുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെയായിരിക്കും. കാരണം അവർ കാറിനേക്കാൾ ഇഷ്ടം ഇതുപോലെ ട്രെയിനിലോ ബസ്സിലോ കയറിയിട്ട് നമ്മളിങ്ങനെ കളിച്ചും ചിരിച്ചും സംസാരിച്ചൊക്കെ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്ററിലോട്ടാണ്. നല്ല രസമുള്ള വെതറായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ വ്യൂസൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. ഞങ്ങളിപ്പം നേരെ പോകുന്നത് സൂഷി ബാറിലേക്കാണ്. സൂഷി കഴിക്കാൻ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇന്നേ വരെ കഴിക്കാത്തൊരു ഫുഡ് ഉണ്ടെങ്കിൽ അത് മാത്രമാണ്. എനിക്ക് പേഴ്സണലി സൂഷി ഇഷ്ടമല്ല. അപ്പോൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക, അവരെ ഹാപ്പി ആക്കാനാണല്ലോ നമ്മൾ ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യുക. അപ്പോൾ അവിടെയുള്ള നല്ല അടിപൊളി ഒരു സൂഷി സ്പോട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. മക്കൾ എന്നെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു സൂഷി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈ ചെയ്യാൻ പോലും ഇഷ്ടപ്പെടാത്തൊരു ഫുഡ് ഉണ്ടെങ്കിൽ അത് മാത്രമാണ്. സൂഷി ലവേഴ്സ് എന്നോട് ക്ഷമിക്കണം, എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും ആ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ച് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം മഴയെല്ലാം നോക്കിയിരുന്നിട്ട് തൊട്ടടുത്തുള്ള ഷോപ്പിംഗ് സെൻറ്ററിലോട്ട് കയറിക്കാൻ അടുത്ത അവരുടെ ഇഷ്ടപ്പെട്ട ഒരു ഡ്രിങ്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ചാബാറിലാണ് അവർക്ക് ഇഷ്ടപ്പെട്ട എന്തോ സ്ട്രോബെറി ഇലൈച്ചി അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടൊരു ഡ്രിങ്ക് ഉണ്ട്. കാരണം ഇതൊക്കെ ഇവർക്ക് അറിയാം, ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിച്ച് വരുന്നതെന്നൊന്നും അറിയില്ല. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരൊന്ന് അവിടെ ഇരുത്തി കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തപ്പോഴാണ് ഞാൻ തൊട്ടടുത്തുള്ള പച്ചക്കറി കട കണ്ടത്. അങ്ങനെ മക്കളെ ഡ്രിങ്കെല്ലാം കളക്ട് ചെയ്ത് അവരൊരു സൈഡിലിരുത്തിയിട്ട് ഞാനിത് ഇപ്പോൾ വരാം ഒരു 10 മിനിറ്റ് എന്നും പറഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയി. ഞാൻ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ആദ്യം കണ്ടത് ആത്തിച്ചക്കയാണ്. ഇത് കസ്റ്റാർഡ് ആപ്പിൾ, നമ്മൾ നാട്ടിൽ ആത്തിച്ചക്ക എന്ന് പറയും. ഇവിടെ ഭയങ്കര വിലയിന്, പക്ഷെ പൂതിയെല്ലാം വരുമ്പോൾ ഇതുപോലെ 1-2 വാങ്ങിച്ച് കഴിക്കാറുണ്ട്. ഇത് ഫിഗാന്ന്, ഒട്ടും ടേസ്റ്റ് ഇല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. ഇത് പെർസിമൺ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ അടുത്താണ് ഞാൻ ഇതിൻ്റെ ഒരു ഫാനായിട്ട് മാറിയത്. പിന്നെ നാട്ടിൽ കിട്ടുന്ന മാംഗോസ്റ്റീൻ ഭയങ്കര ഇഷ്ടമാണ്. അത് നാട്ടിൽ കിട്ടായിട്ട് ലാസ്റ്റ് ഞാൻ ഓർഡർ ചെയ്ത് കഴിച്ചത് ബാലിയിൽ വെച്ചാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇത് ബെൽ പെപ്പർ എടുത്തു. ഇതൊരു റെസിപ്പി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി, പക്ഷെ ഞാനത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വെച്ചിട്ട് അതിന് വേണ്ടി വാങ്ങിച്ചതാണ് ബെൽ പെപ്പർ. പിന്നെ ബനാന വാങ്ങിച്ച് എനിക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കണമായിരുന്നു. അങ്ങനെ ബനാന വാങ്ങിച്ചിട്ട് നേരെ പോയത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കോവക്ക വാങ്ങിക്കാനാണ്. ഈ ഡേഡി ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല. ഇവിടെ മാത്രം അത്യാവശ്യം നല്ല വിലയുണ്ട്. പക്ഷേ പൂതി വരുമ്പോൾ നമ്മൾ അങ്ങനെ നോക്കില്ലല്ലോ. അങ്ങനെ കുറച്ച് കോവയ്ക്കൊക്കെ എടുത്ത് അങ്ങനെ ആ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മൾ കോൾസിലേക്കാണ്, സൂപ്പർ മാർക്കറ്റിലാണ്. അവിടുന്ന് പിള്ളേർക്ക് മൂവി നൈറ്റ് ആക്കുന്നുണ്ട് രാത്രി. അപ്പോൾ പോപ്കോണൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോപ്കോണും ചോക്ലേറ്റ്സൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഈ വീഡിയോൻ്റെ ഒരു ഹൈലൈറ്റ് ഞാൻ പറയാം. കാരണം എൻ്റെ മക്കൾ കുറേ ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരാടെ കൊണ്ടുപോയപ്പോഴത്തേക്കും 2 പേരും അത് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ സന്തോഷമാണ് നിങ്ങൾ ഈ വീഡിയോയിലോട്ട് കാണുന്നത്. അവർ 2 പേരും ഭയങ്കര ഹാപ്പി ആയിരുന്നേ.
അവിടെ ഇങ്ങനെ കപ്പ് നിരത്തി വെച്ചിട്ടുണ്ടാവും, ലാർജ് മീഡിയം സ്മോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ കപ്പിനാണ് റേറ്റ്. അതിൻ്റെ അകത്ത് ഇഷ്ടമുള്ള ഏത് ലോലീസ് വേണമെങ്കിലും അവർക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അത് മതിയല്ലോ കുട്ടികൾ. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ ഈ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത പല ടൈപ്പ് ഓഫ് ലോലീസ് അവിടെ കാണും. അതൊക്കെ കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ് കപ്പിൻ്റെ അകത്ത്. പിന്നെ അവിടെ നിന്ന് ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. നമ്മൾ ഈ റീലിലൊക്കെ കണ്ടില്ലേ, ട്രെൻഡിങ് ആയിട്ടുള്ള ഐസ്ക്രീമാണിത്. ഇത് മാംഗോയിലും ലെമണിലും പീച്ചിലും ഒക്കെ ഇപ്പോൾ അങ്ങനെ ക്യാൻഡി ഷോപ്പിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു പുല്ലുമുട്ടായി കോട്ടൺ ക്യാൻഡിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നെക്സ്റ്റ് വീക്ക് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് സെൽഫ് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പെർഫ്യൂംസും മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇനി അടുത്തത് എന്താ ചെയ്യാമെന്ന് ആലോചിച്ചിരുന്നപ്പോഴത്തേക്കാണ് എനിക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അടുത്തുള്ള ഒന്നും എനിക്ക് പിടിച്ചിട്ടും ഉണ്ടായില്ല. അപ്പോൾ തിരിച്ച് വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോവാം അല്ലെങ്കിൽ ഷോപ്പിംഗ് സെൻറ്ററിൽ പോകാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വിടാനേ. അതിൻ്റെ പോകുന്നതിൻ്റെ ഒന്ന് ഫ്രഷായി. എന്നിട്ട് അവിടെ നിന്ന് ഒരു തായ് ഫുഡായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്, പക്ഷെ അത് നടന്നില്ല. നല്ല തണുപ്പും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ KFC കയറി ഫുഡ് മേടിച്ച് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷം അല്ല, സൺഡേയിലുള്ള വിശേഷം. അപ്പോൾ നിങ്ങളും വീക്കെൻഡൊക്കെ അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.